ഈ പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ചില വ്യക്തികളെ പിശാച് പീഡിപ്പിക്കാൻ ദൈവം തന്നെ അവസരം കൊടുക്കും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത്? ബൈബിളിൽ നമുക്ക് അറിയാം. യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. യോബിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. സാത്താൻ ചോദിച്ചു, ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അന്ന് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റി വേലി കെട്ടി സുരക്ഷിതത്വം നൽകി അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിക്കുന്നത് കാണാം. ഹല്ലേലൂയ. എന്താ എഴുതിയിരിക്കുന്നത്? പിശാച് പറയുന്നത് എന്താ? ഈ ജോബിന് എല്ലാ സുരക്ഷിതത്വവും ഇഷ്ടംപോലെ പണവും സുഖസൗകര്യങ്ങളൊക്കെ കൊടുത്തത് കൊണ്ടല്ലേ അവൻ പ്രാർത്ഥിക്കുന്നത്, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നത്. അപ്പൊ ദൈവം ഒരു അനുവാദം കൊടുത്തു പിശാചിന്. എന്താണ്? അവന്റെ സമ്പത്തിനെ കൈവയ്ക്കാൻ. ഹല്ലേലൂയ. അപ്പൊ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ കാണണം, ചിലപ്പോൾ ദൈവം തന്നെ അനുവദിച്ചു തരുന്നതാണ്. എന്തിനാണ്? ഇവിടെ ആരാ ജയിക്കാൻ പോകുന്നത്? സാത്താൻ ജോബിന്റെ സാമ്പത്തിക മേഖലയെ തൊട്ട് കഴിഞ്ഞാൽ സാത്താൻ ജയിക്കോ ജോബ് ജയിക്കോ? ആരാ ജയിക്കുന്നേ? ദൈവത്തിന് അറിയാം ആര് ജയിക്കുമെന്ന്. ജോബ് ജയിക്കുമെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം ഈ ജോബിനെ ഉപദ്രവിക്കാൻ സാത്താനെ അനുവദിച്ചു. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തിക മേഖലയെ ശരിക്കും പിശാച് അടിച്ചു കളഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴും ജോബിന്റെ അവസാനം എന്താ? ജോബ് പറയുന്നത് എന്താ? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അവിടെ ആരാ ജയിച്ചേ? ജോബാണോ പിശാചാണോ ജയിച്ചേ? ജോബ് ജയിച്ചു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് കൂടുതൽ എടുക്കുമ്പോൾ ചില സമയത്ത് ചിലപ്പോൾ സാമ്പത്തിക മേഖലയെ പിടിച്ചങ്ങ് അടിക്കുക കൊണ്ട് കർത്താവ് ദൈവം അവസരം തന്നിരിക്കുന്നതാണ്. നിങ്ങളുടെ സമ്പത്ത് പോയാലും നിങ്ങൾക്ക് ദൈവത്തോടുള്ള സ്നേഹം കൂടുതലായിട്ട് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ആരാ ജയിക്കുന്നത്? പിശാചാണോ നമ്മളാണോ ജയിക്കുന്നത്? സമ്പത്ത് അടിച്ചിട്ട് സാമ്പത്തിക മേഖലയിൽ പിശാച് ഇടപെട്ടു, അവസാനം ദൈവത്തെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആരാ ജയിക്കുന്നത്? ദൈവം ഇങ്ങനെ അനുവദിക്കുന്നത് പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തി ആ വ്യക്തിക്കുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. വീണ്ടും പറഞ്ഞത്, അതായത് അവന്റെ സാമ്പത്തിക മേഖലയ്ക്ക് അടി കിട്ടി, പിന്നെ അവൻ മാറിയില്ല. ഉടനെ പിശാച് പറയുന്നത് 2-ാമത്തെ അധ്യായം, ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഴിക്കുകയോ ചെയ്തില്ല. സാത്താൻ വീണ്ടും പറഞ്ഞു, ചർമ്മത്തിന് പകരം ചർമ്മം, ജീവന് വേണ്ടി തനിക്കെന്തും മനുഷ്യൻ ഉപേക്ഷിക്കും. ഹല്ലേലൂയ. അവന്റെ ആരോഗ്യത്തെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ദൈവത്തെ തള്ളി പറയും. അങ്ങ് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക, അപ്പോൾ അവൻ അങ്ങേ ദുഷിക്കും. ഹല്ലേലൂയ. എന്താ ശരിയല്ലേ? നീ അവന്റെ ഇപ്പോഴുള്ള ആരോഗ്യം എടുത്തു മാറ്റിക്കേ, ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊടുത്തേ, അവന്റെ ദേഹം മുഴുവൻ അസ്വസ്ഥതകളും രോഗപീഠകളൊക്കെ കൊടുത്തേ, അപ്പോൾ അറിയാം അവൻ പ്രാർത്ഥിക്കുകയില്ലോ എന്ന്. ഇതേ ചോദ്യം നമ്മളോട് ചോദിച്ചാലോ? നമുക്ക് ആരോഗ്യം നമ്മൾ നഷ്ടപ്പെട്ടാലോ, നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലോ, നമ്മുടെ സാമ്പത്തിക മേഖല തളർന്നു പോയാലോ, നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യ മേഖലയിൽ ഒത്തിരിയധികം അസ്വസ്ഥത ഉണ്ടായാൽ ദൈവത്തെ തള്ളിപ്പറയോ ദൈവത്തെ സ്നേഹിക്കുകയോ? ആത്മശോധന ചെയ്യണം. ഇവിടെ പച്ച് പറയണ്ട. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അവന്റെ ചർമ്മത്തെ പിറ്റേ ദിവസം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ജോബിന്റെ പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് ജോബിന്റെ അവസ്ഥയാണ്. ഇതാ അവനെ നിനക്ക് സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി, അവൻ ജോബിന്റെ ശരീരത്തെ അടി മുതൽ മുടി വരെ വ്രണങ്ങൾ കൊണ്ട് നിറച്ചു. ജോബ് ചാരത്തിൽ ഇരുന്ന് ഓട്ട് കഷണം കൊണ്ട് ശരീരം ചുരുട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക. ഈ സ്ത്രീ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഈ ജോബിന്റെ ഭാര്യ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? അവളുടെ മനസ്സിൽ വരുന്ന ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഇനി രക്ഷപ്പെടുകയല്ല. പക്ഷെ അപ്പോഴും ജോബ് ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില പരീക്ഷണങ്ങൾ നൽകിയത്? യൗപ്രാസ്യാമയ്ക്ക് 40 ദിവസം പിശാചിന് അനുവാദം കൊടുത്തു ഉപദ്രവിക്കാനായിട്ട്. 28 ദിവസം കഴിഞ്ഞപ്പോൾ പിശാച് പറഞ്ഞു, നിർത്തി ഉപദ്രവങ്ങൾ, ഞങ്ങൾക്ക് അവളെ കീഴ്പ്പെടുത്താൻ പറ്റിയല്ല. അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച പറഞ്ഞു, പാലസ്തീനയിലെ കുഞ്ഞറബി അതിനെ കുറിച്ച് പറഞ്ഞു. അവളെ കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടില്ല.
അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പല വിശുദ്ധരുടെ ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോൾ അവരെ ദൈവം തെരഞ്ഞെടുത്തതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടായി. അതിന്റെ കാരണം ദൈവം അതിലൂടെയാണ് അവരെ ശുദ്ധീകരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലെ, നമ്മളെപ്പോഴും വായിക്കുന്ന കേട്ടിട്ടുള്ളൊരു വചനമാണ്, സ്വർണം അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു. ഈ അഗ്നിക്ക് പിശാചിന് ചിലപ്പോൾ ദൈവം അവസരം കൊടുക്കും, ഇങ്ങനെ ഒരു അഗ്നിയിലൂടെ പരീക്ഷിക്കാൻ വേണ്ടി. സഹനത്തിന്റെ തീയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും ദൈവം തന്നെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ പിശാചിന് അവസരം കൊടുക്കും. ഇത് രണ്ടാമത് മനുഷ്യൻ തന്നെ കൊടുക്കും. ചിലര് നേരെ സാത്താൻ സഭക്കാരുടെ അടുത്ത് പോകും, ചിലര് ചാത്തന്മാരുടെ അടുത്ത് പോകും, ചിലര് ചില മന്ത്രവാദികളുടെ അടുത്ത്, കൂടോത്രക്കാരുടെ അടുത്തേക്ക് പോകും. അതുവഴിയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെ വിളിച്ചുകൊണ്ട് വരികയാണ്? പിശാചിന് നിങ്ങൾ അവസരം കൊടുക്കരുത്. വചനം പറയുന്നുണ്ട്, പിശാചിന് നമ്മൾ അവസരം കൊടുക്കുന്ന ഒരു മേഖലയുണ്ട്. ഒരുപക്ഷെ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ തിന്മയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്ത്, ഏറ്റവും മോശകരമായ പ്രവൃത്തികൾ ചെയ്ത്, പാപത്തിലൂടെ പാപത്തെ വിളിച്ചു വരുത്തി നശിപ്പിക്കുന്ന മേഖലയുണ്ട്. അതാണ് മനുഷ്യൻ തന്നെ പാപത്തെ പിശാചിനെ വിളിച്ചു വരുത്തി നശിപ്പിക്കുക. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് ഈ സാത്താൻ സേവാവോ ചോപ്പോട് ഇങ്ങനെയുള്ള തിന്മകൾ നമ്മൾ വിളിച്ചു വരുത്തുക. ഏതെങ്കിലും പൂജകളിൽ പങ്കെടുക്കുക, കൈവിഷം, മന്ത്രവാദം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും സേവകൾ വീട്ടിൽ ചെയ്യുക. അങ്ങനെയുള്ള ഭവനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഭവനങ്ങളിൽ തന്നെ പൈശാചിക സ്വാധീനമുണ്ട്. പൈശാചിക സ്വാധീനമുള്ള വീടുകളുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത വീടുകളുണ്ട്. ഇത് നോക്കിയാൽ അറിയാം, ചില വീടുകളിൽ രാത്രിയിൽ ഏതോ ഒരു നിഴൽ പോലെ വരുന്നത് പോലെ കാണുന്നു, ആരോ വന്ന് കൊട്ടുന്നത് പോലെ കാണുന്നു, കല്ലെറിയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ തന്നെ, ചില മുറികളിൽ തന്നെ, ചില ഏതെങ്കിലും പഠിക്കാൻ പോകുന്ന ഇടങ്ങളിൽ തന്നെ ഒത്തിരിയധികം ആരോ വന്ന് ദേഹത്ത് കടക്കുന്നത് പോലെ തോന്നുന്നു. ഇത് ആ സ്ഥലത്ത് പിശാചിനെ വിളിച്ചു വരുത്തിയതിന് ഫലമായിട്ടുള്ള തിന്മയുടെ മേഖലയാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും കുടുംബത്തിന് സംബന്ധമായ മേഖലയിൽ ഏതെങ്കിലും പൈശാചിക പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുവെച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മൂന്നാമത്തത് രക്ഷകത്വ സ്ഥാനത്തുള്ളവര്. ഒരു വീട്ടില് മാതാപിതാക്കന്മാര് പാപത്തെ വിളിച്ചു വരുത്തി അതിലൂടെ മക്കൾ നശിപ്പിക്കുക, മക്കൾക്ക് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, മക്കളെ തിന്മയിലേക്ക് നയിക്കുന്ന സാഹചര്യം വീട്ടിനകത്ത് സൃഷ്ടിക്കുക. ചില വീട്ടിലെ തിന്മ നടക്കുന്നത് വഴിയായിട്ട് പിശാച് ആ വീട്ടിൽ പ്രവേശിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, ദാവീദിന്റെ പാപത്തിന് ശേഷം ഇതേ പാപം തന്നെ തലമുറകളില് അമ്നോൻ എന്ന് പറഞ്ഞ മകന്, അബ്സലോം എന്ന് പറഞ്ഞ മകന് ഇതേപോലെ തുടരുകയാണ്. രക്ഷകത്വ സ്ഥാനത്തുള്ളവര് മക്കളെ പാപത്തിന് പ്രേരിപ്പിച്ച് മദ്യം കൊടുത്ത് വളർത്തുക. ഒരു വീട്ടിലെ അപ്പനാണ്, കുടിക്കുന്ന സമയത്ത് പെൺകൊച്ചിന് കൊടുത്തതാണ്. അപ്പം കുടിക്കുമ്പോൾ അതിന്റെ പങ്കാളിയാകാൻ വേണ്ടി അടപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കുക. അപ്പം കുടിക്കുമ്പോൾ അപ്പന്റെ കൂട്ടത്തിൽ കൂട്ടുചേരാൻ വേണ്ടി, കൊച്ചിത്രയും ചെറുതല്ലേ, അതിന് ഇത്രയും കഴിക്കാൻ പാടില്ല. അപ്പനോടൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി അപ്പൻ ഗ്ലാസിന്റെ അകത്ത് കഴിക്കും, മകൾക്ക് അടപ്പിനകത്ത് ഒഴിച്ചു കൊടുക്കും. ഈ പെൺകൊച്ചിന് പിന്നെ മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരാളെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പെൺകൊച്ചിന് മദ്യമില്ലാതെ. രക്ഷകത്വ സ്ഥാനത്തുള്ളവര് പാപത്തിന് പ്രേരിപ്പിക്കുക, ചില തെറ്റായ ബന്ധങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കുക, ചില പാപബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇതിലൂടെ ആ കുടുംബത്തിന്റെ മേലെ പൈശാചിക ശക്തി പ്രവർത്തിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം തന്നെ ചില വ്യക്തികളെ പീഡിപ്പിക്കാൻ പിശാചിന് അനുവാദം കൊടുക്കും. നമ്മൾ തന്നെ സ്വയമായിട്ട് പിശാചിനെ വിളിച്ചു വരുത്തും. രക്ഷകത്വ സ്ഥാനത്തുള്ളവരിലൂടെ പൈശാചിക ശക്തികൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി പൈശാചിക ബന്ധനം അഴിയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പിശാചിനെ അഴിച്ചു കളയണമെങ്കിൽ ഈ പിശാചിനെ അഴിക്കുന്ന വ്യക്തിക്ക് അധികാരവും ശക്തിയും വേണം. എന്തൊക്കെയാ വേണ്ടത്? അധികാരവും ശക്തിയും. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം. ലൂക്ക 9:1. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അധികാരവും
ആണോ? പിശാച് വിട്ടുപോകണമെങ്കിൽ പിശാചിനെ ബഹിഷ്കരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ടായിരിക്കണം? അധികാരം ഉണ്ടാകണം, ശക്തി ഉണ്ടാകണം, അല്ലെ? അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 10:1, മത്തായിയുടെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായം. അവൻ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. ഹല്ലേലൂയ! ഈ അധികാരത്തോടുകൂടി, അതുകൊണ്ടല്ലേ മർക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തില് പിശാച് ബാധിച്ച മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ അവിടെ കൃത്യമായിട്ട് മർക്കോസ് തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് 1:22, അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവർ പഠിപ്പിച്ചത്. വീണ്ടും അതിന്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുകയാണ് 1:27, എല്ലാവരും അത്ഭുതപ്പെട്ട് പറഞ്ഞു, ഇതെന്ത് അധികാരത്തോടു കൂടിയുള്ള പുതിയ പ്രബോധനമോ? അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് പിശാച് ഈശോ പറയുന്നത് കേട്ട് അനുസരിക്കുന്നത്? അധികാരവും ശക്തിയും ഉള്ളതുകൊണ്ടാണ്. ഒരു വ്യക്തിക്ക് ഇതേ അധികാരവും ശക്തിയും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? വിട്ടുപോകാൻ പറഞ്ഞാൽ പോകണം. ഹല്ലേലൂയ! അധികാരവും ശക്തിയും ഇല്ലെങ്കിലോ പോയല്ല, അല്ലെ? ഒരു ഉദാഹരണം പറയാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം 19-ാമത്തെ അധ്യായം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം 19-ാമത്തെ, ശ്രദ്ധിച്ച് കേൾക്കണം. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശനമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. ഹല്ലേലൂയ! കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛൻ തിരുശേഷിപ്പിനെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാം മറന്നുപോയോ നിങ്ങളെല്ലാം? ദൈവം ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞ വ്യക്തി വെള്ളിയാഴ്ച വരുമ്പോൾ ഓർക്കുകയില്ല. അപ്പൊ തിരുശേഷിപ്പിക്ക് 3 വിധത്തിലുണ്ട്. വിശുദ്ധരുടെ വസ്ത്രങ്ങൾ നേരിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സ്പർശിച്ചിട്ടുള്ളത്, പൊട്ടിച്ചിട്ടുള്ളത്, ഇങ്ങനെ കാര്യങ്ങളുണ്ട്. ഈ തിരുശേഷിപ്പ്, പൗലോസിന്റെ പാദസ്പർശനം ഏറ്റ തുവാലുകൾ എന്ന് പറയുന്നത് എന്താണ്? തിരുശേഷിപ്പാണ്, വിശുദ്ധ വസ്തുക്കളാണ്. ഇത് രോഗികളുടെ മേലും പിശാചിന്റെ അടുക്കലേക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ എന്താണ്? പിശാച് വിട്ടുപോയി. ഹല്ലേലൂയ! ഹല്ലേലൂയ! അപ്പോ പിശാചിന്റെ ശക്തി ആവസിച്ച ഒരു വസ്തുവാണെങ്കിലോ ചിന്തിച്ചു നോക്കിക്കുക. അതായത് വിശുദ്ധന്റെ തിരുശേഷിപ്പ് ഒരു വീട്ടിലുണ്ടെങ്കിൽ ദൈവസാന്നിധ്യമുണ്ട്, അല്ലെ? ഈ ഇതിന്റെ അകത്ത് ഏതെങ്കിലും ഇത് എപ്രാസ്യാമ്മ തൊട്ടതാണ്, ഇത് വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു അനുഗ്രഹമുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. ഇനി പിശാച് കയറിയിരിക്കുന്നതാണ് ഈ സാധനം. ഇത് വീട്ടിലിരുന്നാലോ? പിശാച് ഉപയോഗിച്ച നിങ്ങൾ മൊബൈൽ ഫോണിന്റെ അകത്ത് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടിട്ട് മൊബൈൽ ഫോൺ എപ്പോഴൊക്കെ എടുക്കുമ്പോഴും എന്ത് തോന്നിപ്പിക്കും? പാപം ചെയ്യാനായിട്ട് തോന്നിപ്പിക്കും. ഒരു വീട്ടിന്റെ അകത്ത് മദ്യം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നിപ്പിക്കും? കുടിക്കാൻ തോന്നിപ്പിക്കും. അങ്ങനെ ഒരു വീടിനകത്ത് എന്തെങ്കിലും കുഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തോന്നിപ്പിക്കും? പാപം ചെയ്യാനായിട്ട് തോന്നിപ്പിക്കും. അതിന്റെ കാരണം എന്താ? ദുർശേഷിപ്പ്, അല്ലെ? പിശാച് ആവസിച്ച എന്തോ വസ്തു അവിടെയുണ്ട്. അതുകൊണ്ട് വളരെയധികം അസ്വസ്ഥതയാണ്, അല്ലെ? ചില വീടുകളിൽ ഭയങ്കരധികം അസ്വസ്ഥതയാണ്, ചില പറമ്പിൽ അസ്വസ്ഥതയാണ്, ചില ചുറ്റുപാടുകൾ അസ്വസ്ഥതയാണ്. ചില വീടുകൾ വളരെയധികം ദൈവസാന്നിധ്യം. ഞങ്ങളുടെ വീട്ടിലെ മാതാവിന്റെ ദൈവസാന്നിധ്യമാണ്, പ്രാർത്ഥിക്കും, നല്ല ദൈവാനുഭവമാണ്. അത് ദൈവസാന്നിധ്യം ഉള്ള വസ്തു ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ പൗലോസിന്റെ പാദസ്പർശനമേറ്റ തൂവാലുകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. ഇനി എഴുതിയിരിക്കുന്നത്, പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. ഹല്ലേലൂയ! ചില പറഞ്ഞേ ഹല്ലേലൂയ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് ഇങ്ങനെ പറയും, യേശുവിന്റെ നാമത്തിൽ പിശാച് നിന്നെ വിട്ടുപോകട്ടെ. ഉടനെ എന്ത് സംഭവിക്കും? പിശാച് വിട്ടുപോയി. ഇതേ യേശുവിന്റെ വാക്ക് തന്നെ ചില യഹൂദര് പറഞ്ഞു, വിട്ടുപോയില്ല. 2 പേര് യേശുവിന്റെ വാക്കല്ലേ പറഞ്ഞേ? പോകാത്ത എന്താണ് പോകാത്തത്? കൃത്യം എഴുതി, അടുത്ത വചനം എഴുതിയിട്ടുണ്ട്. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തു. 7 പേരും പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പറയുന്നു, നിന്റെ ഉള്ളിൽ നിന്ന് പിശാച് ഇറങ്ങട്ടെ, നിന്റെ കുടുംബത്തിൽ നിന്ന് പിശാച് ഇറങ്ങട്ടെ. ഉടനെ തന്നെ എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? ഹല്ലേലൂയ! യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നിങ്ങൾ ആരാണ്? ഇവർക്ക് എന്തില്ല?
അധികാരവും ഇല്ല, ശക്തിയും ഇല്ല. പൗലോസിന് എന്തുണ്ട്? അധികാരമായിരിക്കും. ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന പിശാച് കയറും. അതുകൊണ്ടാണ് 1 തിമോത്തിയോസിന്റെ ലേഖനം 5:20 ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിലോ മറ്റുള്ളവരുടെ പാപത്തിൽ പങ്കുചേരുകയോ അരുത്, നീ വിശുദ്ധി പാലിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റുള്ളവരുടെ പാപത്തിൽ പങ്കുചേരുകയോ അരുത്, നീ വിശുദ്ധി പാലിക്കണം. പാപം ചെയ്ത ഒരാൾ വീട്ടിലെ അപ്പൻ കുടി കഴിഞ്ഞിട്ട് വൈകുന്നേരം പറയണം, മകനെ ഇനി അപ്പൻ നാളെ മുതല് കുടിക്കുകയല്ല. അപ്പൻ മകന്റെ തലയെ കൈവച്ച് പറയാണ്, ഇനി അപ്പനാണ് സത്യം എന്ന് പറഞ്ഞത്. ഈ അപ്പന്റെ അരുവി ആരിലേക്ക് കയറും? മക്കളിലേക്ക് കയറും. ഹല്ലേലൂയ. വലിയൊരു ആത്മീയ രഹസ്യമാണ് അധികാരം, ശക്തി. ഈശോയ്ക്ക് അധികാരമുണ്ട്. ഈശോയ്ക്ക് എങ്ങനെ ശക്തി ഉണ്ടായത്? ഈ ശക്തി ഈശോയ്ക്ക് കിട്ടാൻ കാരണം രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഈ ശക്തി ഈശോയ്ക്ക് കിട്ടാൻ കാരണം ഉപവാസം എടുത്തു. ഈ ശക്തി കിട്ടാൻ കാരണം വിശുദ്ധി പാലിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെ, വീണ്ടും ഒരു സംഭവമുണ്ട്. അതായത് ഈ അപ്പസ്തോലന്മാർക്ക് ഈ ഈശോ അധികാരവും ശക്തിയും കൊടുത്തു. അതിനുശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. അപസ്മാരം ബാധിച്ച ഒരു മനുഷ്യനെ കൊണ്ട് ഈശോയുടെ അടുക്കൽ ഈശോയുടെ ശിഷ്യന്മാർ ഈശോ താബോർ മലയിൽ രൂപാന്തരം പ്രാപിക്കുന്ന സമയത്ത് ഈശോ അവിടെയില്ല. ബാക്കി അപ്പസ്തോലന്മാരെല്ലാവരും ഉണ്ട്. അതായത് 9 പേരുണ്ട്. ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, എന്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൂകനായ ആത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അത് എവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു, അവർക്ക് കഴിഞ്ഞില്ല. 9-ാമത്തെ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ശിഷ്യന്മാർക്ക് ഈശോ അധികാരവും ശക്തി കൊടുത്തു. ആണോ? എഴുതി വെച്ചിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാ ബഹിഷ്കരിക്കാൻ പറ്റാത്തത്? ഹല്ലേലൂയ. അധികാരമുണ്ടോ? ഈശോ അധികാരം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ശക്തി ഉണ്ടോ? ഈ ശക്തി എങ്ങനെ കിട്ടേണ്ടത്? ഈശോയുടെ അടുക്കലേക്ക് ഈശോ ബഹിഷ്കരിച്ചു കഴിയുമ്പോൾ തിരിച്ചു വന്ന് വീട്ടിൽ ചെന്ന് അവൻ യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി ചോദിച്ചു, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? എന്താ ഈശോ മറുപടി പറയുന്നത്? അവൻ പറഞ്ഞു, അതിന്റെ അടിയിൽ, ഈ ഹെഡിങ്ങിന്റെ അടിയിൽ എഴുതിയിട്ട് 9:29 പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ എന്ന് ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള ശക്തി എങ്ങനെ കിട്ടുന്നത്? പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗവും. ഇത് കാശ് കൊടുത്ത് കിട്ടുന്ന ശക്തിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് പരിത്യാഗം എടുത്ത് നടത്തി കിട്ടുന്ന ശക്തിയാണ്. അതുകൊണ്ടാണ് ഈ പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള ശക്തി ഈ അധികാരം കർത്താവ് കൊടുത്തിട്ടുണ്ട്. ലൂക്കാ 4:36 ആളുകൾ തന്നെ പറയുന്നുണ്ട്, ഈശോയോട് പറഞ്ഞു, എന്ത് വചനമാണിത്? അവൻ അശുദ്ധാത്മാക്കളോട് ആ വചനം. ലൂക്കാ 4:36 ലൂക്കാ 4:36 എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും. അപ്പൊ ഈ ചെയ്യുന്ന ആൾക്ക് എന്ത് വേണം? അധികാരവും വേണം, ശക്തിയും വേണം. അപ്പൊ ഈ അധികാരവും ശക്തിയോടും കൂടെ പിശാചിനോട് പറഞ്ഞാൽ എന്ത് ചെയ്യും? പിശാച് വിട്ടുപോകും. അധികാരമില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെന്ന് ചോദിക്കും പിശാച്. നീ ആരാ എന്നെ പുറത്താക്കി പറയാം? നീ ആരാണെന്ന് ചോദിക്കും. വീണ്ടും ചോദിക്കും, നിനക്കെന്താ ശക്തി എന്ന് ചോദിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിയേണ്ട കാര്യം, ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെങ്കിൽ അധികാരവും വേണം, ശക്തിയും വേണം. ഹല്ലേലൂയ. ഇത് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിശാച് വെറുക്കുന്ന ഈ മോശയ്ക്കാണെങ്കിൽ, മോശയോട് ഈ ശക്തി ഉള്ളത് കൊണ്ടാണ് കർത്താവ് മോശയോട് പറയുന്നത്, നീ ആ ചെങ്കടലിന് നേരെ കൈയൊക്കെ നീട്ട്. ശക്തിയുടെ പവറാണ്. മോശ കൈ നീട്ടാതെ അഹറോനോട് കൈ നീട്ടിയാല് ചെങ്കടൽ വിഭജിക്കുവോ? മോശയ്ക്ക് അതിനുള്ള ശക്തിയുള്ളൂ. മോശ കൈ ഉയർത്താതെ അഹറോനോ ഹൂറോ കൈ ഉയർത്തിയതിന്റെ പേരില് ഇസ്രായേൽക്കാർ അതിലേക്ക് ചോദിക്കാൻ പറ്റുമോ? ശക്തി ആർക്കാണ്? നമ്മുടെ ആത്മീയ രഹസ്യമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം മാറാൻ
വീട്ടിൽ ശക്തിയില്ലാത്ത 4 പേര് പ്രാർത്ഥിക്കുന്ന ശക്തിയുള്ള നിങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലുത്. ഇത് നോക്കിക്കേ, വീട്ടില് ബാക്കിയുള്ളവർ പ്രാർത്ഥിക്കുകയല്ല, പള്ളിയിൽ പോവുകയല്ല, കൊന്തയില്ലയല്ല, വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു. ആരുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നേ? വിശുദ്ധിയുള്ളവരുടെ പ്രാർത്ഥനയാണ്. ആർക്കാണോ കൂടുതൽ വിശുദ്ധിയുള്ളത് അവരുടെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവസന്നിധിയിൽ എത്തും. ഹല്ലേലൂയ, ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആർക്കാണോ അഭിഷേകം കൂടുതലുള്ളത് അവർക്ക് ശക്തമായ അവരിലൂടെ ദൈവത്തിന്റെ കൃപയുണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് വെറുക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളോട് പിശാചിന് വെറുപ്പാണ്. നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിശാചിന് അവരോട് വെറുപ്പാണ്. രണ്ടാമത്തത്, ഈ പിശാചിന് ഉപവാസം എടുക്കുന്നവരോട് പിശാചിന് വെറുപ്പാണ്. കാരണം ഉപവാസത്തിന്റെ ശക്തിയോടുകൂടി അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് വിട്ടുപോകും. ഹല്ലേലൂയ, ഇത് പറഞ്ഞു ഹല്ലേലൂയ. മൂന്നാം, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പിശാചിന് ഇഷ്ടമാണ്, വെറുപ്പാണ്. ഒരു മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്താ, പിശാചിന്റെ കൈവശമുള്ള ഒരാൾ പോകും. വിശുദ്ധിയുള്ളവരോട് പിശാചിന് വെറുപ്പാണോ? ഇല്ലയോ? പിശാചിന് വെറുപ്പാണ്. അതാണ് മറ്റ് ആത്മാക്കൾക്ക് വേണ്ടി, മറ്റുള്ള ആത്മാക്കൾ. എവ്പ്രാസിയാമയോട് പിശാചിന് ഇത്രമാത്രം ദേഷ്യം വരാൻ കാരണം ഇവർ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ, ഇത് പറഞ്ഞ ഹല്ലേലൂയ. പിശാചിന് നമ്മളെല്ലാവരെയും വളരെയധികം ഇഷ്ടമാണ്. എന്താണെന്നറിയാവോ? നമ്മൾ പ്രാർത്ഥിക്കട്ടാവേ, ജോലി കിട്ടണമേ, വിദേശത്ത് പോകണമേ, അങ്ങനെ ഇരിക്കുന്ന പിശാചിന് സന്തോഷമാണ്. അവൻ വിദേശത്ത് പോയി കഴിഞ്ഞാൽ പാപം ചെയ്യും. വളരെ നന്നായി പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ല. അവന് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായാൽ തള്ളി പറയും. ഹല്ലേലൂയ, ഇത് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ, നിങ്ങളെ വീട്ടിൽ നിന്ന് മരിച്ചുപോയുള്ള 7 തലമുറയിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിശാചിന് ഇഷ്ടമാണോ? എന്ത് ഉപദ്രവമായിരിക്കും. അങ്ങനെയാണ് പിശാച് വെറുക്കുന്നത്. ഉപവാസം എടുത്തു, നിങ്ങൾ പറയാണ് ഉപവാസം എടുത്തു, എല്ലാ ഉപവാസം 50 നോമ്പ് ഉപവാസം എടുത്തു, ഇടയ്ക്കിടയ്ക്ക് വെള്ളിയാഴ്ച ഉപവാസം എടുത്തു, ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. പിശാചിനിട്ട് ശരിക്കും അടി കൊടുക്കുന്നത് പോലെയാണ് ഉപവാസം എടുക്കുന്ന ആൾ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക്. ഹല്ലേലൂയ. മൂന്നാമത്തത്, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, പാപത്തിൽ കഴിയുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പിശാചിന് നിങ്ങളോട് വെറുപ്പാണ്. ഹല്ലേലൂയ. വിശുദ്ധി, നന്നായിട്ട് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുക. പിശാചിന് വെറുപ്പാണ്. ഹല്ലേലൂയ, ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക. ഇത് പിശാച് വെറുക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരികളെ, നമ്മുടെ ജീവിതത്തിലും പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിശാച് വിട്ടുപോകണം. നമ്മുടെ ആരാധനയിൽ വിടുതൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് പിശാച് വിട്ടുപോകാൻ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നു. ചില വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ നിങ്ങൾ ചിന്തിച്ചു നോക്കി, മറ്റേതെങ്കിലും മതങ്ങളിൽ ചെന്നു കഴിഞ്ഞാൽ അവരുടെ പൂജയും അവരുടെ കാര്യങ്ങളെല്ലാം പിശാചിനെ ബഹിഷ്കരിക്കാനാണ്, പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്. കത്തോലിക്കാ സഭയിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഡെലിവറൻസ്, പിശാചിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയാണ്. പിശാച് പോകാതെ രക്ഷപ്പെടൂ ഇല്ല. ചില സമയങ്ങളിലേക്ക്, അതുകൊണ്ടാണ് സാവൂളിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ചില സമയത്ത് അവനെ പിശാച് ഉപദ്രവിക്കും. ഈ ആഴ്ചയില് നല്ല അസ്വസ്ഥതയാണ്, പ്രശ്നങ്ങളാണ്. ഒരാഴ്ച കുഴപ്പമില്ല, 3 മാസം കുഴപ്പമില്ല, 4 മാസം കുഴപ്പമില്ല. നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. 4 മാസം കുഴപ്പമില്ല, 5 മാസം ആകുമ്പോൾ വീണ്ടും പ്രശ്നം, 6 മാസം ആകുമ്പോൾ വീണ്ടും പ്രശ്നം, അടുത്ത വർഷം ആകുമ്പോൾ വീണ്ടും പ്രശ്നം. കാരണം നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതം, നമ്മുടെ പ്രദേശം, നമ്മുടെ ഉള്ളിലും പുറത്തും ഒക്കെ ഉള്ള പൈശാചിക സ്വാധീനമാണ്. ഇത് ബഹിഷ്കരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ചൂടാണ്, നല്ല തീയാണ് നിങ്ങളിരിക്കുന്നത്. അല്പ ആശ്വാസം ഉണ്ടാകാൻ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, നരകത്തെ കുറിച്ച്, ശുദ്ധീകരണ സ്ഥലത്തേക്ക്. ദൈവമേ, അവിടെ ഞാൻ പോയി കഴിഞ്ഞാൽ സ്ഥിതി അതിലും ഭേദമാണ്. എങ്ങാനും അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ പരിശീലിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് കള്ളാർ ആശ്രമത്തില് ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ ഇതേ തീയുടെ ഒരു അംശമൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. പറയാൻ പറ്റും അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ.